പെയ്തു തീരാത്ത അപ്പൂപ്പൻ താടികളുടെ നാടിനെ പിന്നിലാക്കി സോനു വലിയ സ്വപ്നങ്ങളുമായി ആ ട്രെയിൻ മുന്നോട്ട് കുതിച്ചു. ഇനിയുണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു അല്ലേ? അയ്യോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന പുസ്തകത്തിന്റെ അവസാന വരിയാണ് ഞാനിപ്പോൾ വായിച്ചത്. അനുപ്രിയ ടീച്ചർ എഴുതിയതാണ് ഈ അയ്യോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന പുസ്തകം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൽ സോനുവിന്റെ ജീവിതമാണ് പ്രധാനമായും പറയുന്നത്. സോനുവിന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും മരണം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോ ടീച്ചർക്ക് ഇതുപോലെയുള്ള പുസ്തകങ്ങൾ ഇനിയും എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഈ പുസ്തകം എഴുതിയ ടീച്ചർക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ തവണ LSS എഴുതി എനിക്ക് LSS കിട്ടി. അപ്പോൾ ടീച്ചറുടെ വീഡിയോസ് ഒക്കെ എനിക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. അപ്പോൾ ആരും മറക്കണ്ട, അയ്യോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.